ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? കണ്ടൽക്കാടുകൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയുടെ അരികിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് കായംകുളം പുതുപ്പള്ളിയിലാണ്. നമ്മളവിടെ ആ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ വാതിക്കലായിട്ട് തന്നെ ഒരു കോണ്ടാക്ട് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കണ്ടൽക്കാട് കാണാനായിട്ട് കയറിയത്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. വാർണപ്പള്ളി അമ്പലത്തിൻ്റെ തൊട്ടടുത്താണിത്. അവിടെ നിന്നുള്ള വായനയാണ് കേൾക്കുന്നത്. കണ്ടലുകൾ സമൃദ്ധമായി വേലി പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഒരു പ്രത്യേക ഓർഡറിലാണ് കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കൂടെ നമുക്ക് നടന്നു പോകാം. കായലോര പ്രദേശത്തെ ഒരു കാർഷിക ഉദ്യാനം എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാം നല്ല ഓർഡറിലാണ്. വള്ളിക്കണ്ടൽ, പൂക്കണ്ടൽ, കുറ്റിക്കണ്ടൽ എല്ലാം ഇവിടെയുണ്ട്. പ്രകൃതിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതാണ് കണ്ടൽ ചെടികൾ അല്ലെങ്കിൽ മാംഗ്രോവ്സ്. പ്രകൃതി ദുരന്തത്തെ ചെറുക്കാനും സുനാമിയെ തടയാനുമൊക്കെ കണ്ടൽക്കാടുകൾക്ക് കഴിയും. ഇവിടെ കാണുന്ന മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശുദ്ധജല മത്സ്യകൃഷിയാണ്. ഇവിടെ ധാരാളം മത്സ്യങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. മത്സ്യത്തിന് വേണ്ട ആഹാരമൊക്കെ തന്നെ ഇതിനകത്ത് തന്നെ നല്ല സുലഭമായി കിട്ടും. അവിടെ കാണുന്ന കണ്ടലിൻ്റെ ഇലകളൊക്കെ അതിന് ഭക്ഷിക്കാനായിട്ട് കിട്ടും. മത്സ്യത്തിന് മുട്ടയിടാനും ഒക്കെ പറ്റിയ നല്ല ഒരു ആവാസ വ്യവസ്ഥ ഈ കണ്ടലുകൾക്കകത്തുണ്ട്. മത്സ്യക്കുളങ്ങൾക്കടുത്തായി അരകല്ലും ആട്ടുകല്ലും ഒരലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീടുകളെല്ലാം ചരിഞ്ഞ മേൽക്കൂരയൊക്കെ ആയിട്ട് നടുമുറ്റമൊക്കെ ആയിട്ടുള്ളതാണ്. ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്കൊരു ഗൃഹാതുരത്വം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. പണ്ട് കൃഷിസ്ഥലത്തെ വെള്ളം പറ്റിക്കാൻ ഉപയോഗിച്ചിരുന്ന ചക്രമൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ റിസർച്ചിന് വരുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പുതുപ്പള്ളി രാഘവ സാറിൻ്റെ സ്മാരകവും ഇവിടെയാണ്. പിന്നെ ഇവിടെ നമുക്ക് വിശ്രമിക്കാനായിട്ട് ഏറുമാടവും ഉണ്ട്. ഞങ്ങളിപ്പോൾ അതിലോട്ടൊന്ന് കയറി. അങ്ങനെ മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്സിജൻ്റെ ഒരു കലവറ തന്നെയാണ് ഇവിടെ എന്ന് പറയാം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാലുമൊക്കെയുണ്ട്. ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇതിനകത്തോട്ട് ധാരാളം കാഴ്ചകൾ വീണ്ടും കാണാനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അധിക നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാഞ്ഞതുകൊണ്ട് അകത്തോട്ടുള്ള വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയില്ല. കണ്ടൽക്കാടുകൾ നമ്മൾ ഈ കാണിച്ച അത്രയും മാത്രമല്ല, അകത്തോട്ട് കുറേ ദൂരവും കൂടെ ഈ കണ്ടൽക്കാടുകളുണ്ട്. അത്രയ്ക്ക് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കണ്ടലുകൾക്കിടയ്ക്ക് വേറെയും ചെടികളൊക്കെ വളരുന്നുണ്ട്. പറങ്കിമാവും കൈതയും പൂക്കൈതയും ഒതളവും എല്ലാം ഇതിനകത്ത് വളരുന്നുണ്ട്. ചൂരലും ഇതെല്ലാം ഇതിനകത്ത് വളരുന്നുണ്ട്. കൊക്കിനെ പോലെയുള്ള ദേശാടന കിളികളെല്ലാം അതിൻ്റെ പ്രചരണത്തിനായിട്ട് ഇവിടെ ആണ് വന്നു പോകുന്നത്. ഈ കണ്ടലുകൾക്കിടയിലാണ് അവ അതിനായിട്ട് വരുന്നത്. കണ്ടലുകൾ എത്രത്തോളം പ്രയോജനപ്പെടുന്നു, അത് മത്സ്യസമ്പത്തിനെ എത്രത്തോളം സഹായിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാകും.
ഇവിടെ തെങ്ങൊക്കെ ആ കാഴ്ച നിൽക്കുന്ന ആ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയാണ്. ഇതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യത്തിനും ആവാസ വ്യവസ്ഥയ്ക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന വീഡിയോയുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.